അതായത് ഇപ്പോ എം സ്വരാജ് പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട് എന്ന് പറയുന്നതും യുവാക്കളുടെ വോട്ടുകളാണ്, വിദ്യാർത്ഥികളുടെ വോട്ടുകൾ. അവർ പറയുന്നത് സ്വരാജിന് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ, പ്രത്യേകിച്ച് ലീഗിന്റെ, MSFന്റെ, KSUവിന്റെ ഒക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനമുണ്ട്. ഒരു ജെൻസി അല്ലെങ്കിൽ പറയുന്ന 90 കിഡ്സ് ഒക്കെ സ്വരാജിന് അനുകൂലമായി അങ്ങ് തരംഗമാവാൻ പോവുകയാണെന്ന്. അല്ല, ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് പാരാമീറ്റർ വെച്ചാണ് അങ്ങനെ അളന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഏത് പാരാമീറ്റർ വെച്ചാണ് അവരങ്ങനെ അളന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ച് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ റാലി നടന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വലിയ റാലിയാണ് നടന്നത്. അത് ജെൻസിയാണ്, അവരാരെ കൂടെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. എന്നാൽ അതിന് മുൻപ് അവരുടെ റാലി നടന്നിരുന്നില്ല. എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങളുടെ യുവജന വിഭാഗത്തിന്റെ വലിയ റാലി നടക്കാൻ പോകുന്നു. അപ്പോൾ നിയോജക മണ്ഡലത്തിൽ ശരിക്കും വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ എല്ലാ അർത്ഥത്തിലും UDFനൊപ്പമാണ്. മാത്രമല്ല, ഇനി വിദ്യാർത്ഥികൾ നിൽക്കണമെങ്കിൽ ഇവിടെ ആകെയുള്ള ഒരു ഗവൺമെന്റ് കോളേജാണ്. ആ ഗവൺമെന്റ് കോളേജ് ഇപ്പോഴും ഒരു ഇഞ്ച് സ്ഥലം പോലും എടുക്കാൻ കഴിയാതെ 2016 UDF സർക്കാർ കൊടുത്തൊരു കോളേജ്, ആ കോളേജ് ഒരടി പോലും മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമായിട്ടില്ല മാത്രമല്ല. അപ്പം നമ്മൾ കയറിയത് പൂക്കോട്ടുംപാടത്തുനിന്നാണല്ലോ. പൂക്കോട്ടുംപാടത്തൊരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് ആദ്യം കോളേജ് ഉണ്ടായത്. അവിടെ 10-30 ലക്ഷം രൂപ റെന്റ് കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് ആ ബിൽഡിംഗ് ഉടമ ഇറക്കി വിട്ടതാണ് അവിടുന്ന് കോളേജിന്. അപ്പൊ അങ്ങനെ അനാഥമായ ഒരു കോളേജ് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷപ്പം ഇവിടുത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള വോട്ട് എന്ന് പറയുന്നത്? പല പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലാണെങ്കിലും ഒക്കെ അദ്ദേഹം എടുക്കുന്ന ഒരു സ്ട്രോങ് നിലപാടുണ്ട്. അതിന് കുറച്ച് ഫാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ ഓരോന്ന് പരിശോധിക്കാമല്ലോ. ഇപ്പോൾ എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ എറണാകുളക്കാരനാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളുടെ ചാനലാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞത് ഞാൻ എന്റെ ഈ നാട്ടുകാരനാണെന്ന് പറയുമ്പോൾ നിലപാടിലൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ഓരോന്ന് പരിശോധിച്ചാൽ അറിയാം. നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, സമർത്ഥമായി താത്വികമായി ഇതിനെ അവലോകനം ചെയ്യാൻ പറ്റുമെന്ന് സാധിക്കുമെന്ന് ചോദിച്ചു. അതുപോലെ താത്വികമായ അവലോകനമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലായി ജനങ്ങൾക്കിടയിൽ അത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും പ്രത്യേകത. അല്ല, അതിൽ ഈ ഫലസ്തീൻ വിഷയം പറഞ്ഞിട്ട് സ്വരാജിന് അങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഫലസ്തീൻ വിഷയത്തിൽ വിരുദ്ധമായ അഭിപ്രായം ആർക്കുള്ളത്? എല്ലാവരും ഫലസ്തീൻ അനുകൂലമായ നിലപാടാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് സ്വരാജ് അത് മാർക്കറ്റ് ചെയ്യാണ്. വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആർക്കില്ല. പിന്നെ സ്വരാജിനെ അങ്ങനെ ബ്രാൻഡ് ചെയ്യണ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് സത്യത്തിൽ. നവാസ് പറഞ്ഞ പോലെ സമുദായത്തെ ഇക്കിളിപ്പെടുത്തുന്നതല്ല. അതെ, ഫലസ്തീൻ വിഷയം സമുദായത്തിനൊരു ഇക്കിളി വിഷയമല്ല, അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷെ ഇവർ കരുതുന്നത് അത്തരം കാര്യങ്ങളിലൂടെ ഒരു മുസ്ലിം വൈകാരികത അനുകൂലാക്കുക എന്നുള്ളതാണ്. അത്തരം വൈകാരികതയ്ക്ക് മുസ്ലിങ്ങൾ കേരളത്തിൽ നിന്നിട്ടില്ല, മുസ്ലിം ലീഗിന്റെ സ്ഥാനത്ത് നിൽക്കില്ല. ഞാൻ പറഞ്ഞ ഫലസ്തീൻ വിഷയത്തിലല്ല, നേരത്തെ ഒരു നമ്മളുടെ ഒരു വൈകാരികതയ്ക്ക് അപ്പുറം കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ സമീപിച്ചുകൊണ്ട് ഒരു നിലപാട്. അതിൽ ഫലസ്തീൻ വിഷയത്തിൽ അന്നും ഇന്നും നമ്മൾ ഒരു കേരളത്തിലെ മുസ്ലിം ലീഗിനും നിലപാടുണ്ട്, കോൺഗ്രസിനും നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രസക്തമാണ്. അപ്പം സ്വരാജ് എന്നൊരു വ്യക്തി മാത്രമല്ല അവർക്ക് ഉയർത്തിപ്പിടിക്കാൻ. ഇവിടെ ഒരു പാർട്ടി തന്നെയുണ്ട്. ഒരു വ്യക്തിയെ അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, സാദിഖ് പറഞ്ഞോട് ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ, ഇന്നലെ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇറാൻ വിഷയത്തിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ പറയുന്നതിനേക്കാളും എത്ര വ്യത്യസ്തമാണ് പ്രിയങ്ക ഗാന്ധി. എന്ത് ക്ലാരിറ്റിയിലാണ് ഇന്നലെ സംസാരിച്ചത്. അതെ, ഇതെന്താന്ന് വെച്ചാല് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയും. അതായത് ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടായപ്പോ സദ്ദാം ഹുസൈന്റെ ഒപ്പം നിൽക്കുമെന്ന് ചോദിച്ചതാണ്. ഇവിടത്തെ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പായിരുന്നു അത്, 1991. അന്ന് EMS ചോദിച്ചത് നിങ്ങൾ സദ്ദാമിന്റെ ഒപ്പം നിൽക്കുമെന്നുള്ളതാണ്. അതൊരു ചെറിയായ ഒരു മുസ്ലിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. അതാണ് നവാസ് പറഞ്ഞത്. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിൽ മുഖ്യമന്ത്രി ഇസ്രായേലിനെ തമ്പാടിക്കൂട്ടങ്ങളിൽ നിന്ന് വിശേഷിപ്പിച്ചതിനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് അങ്ങനെ പരാമർശം എന്നാണ്. അങ്ങനെ ആണോ? അല്ലെങ്കിൽ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ അത്? അല്ല, ഏറ്റവും രസകരമായ കാര്യം, ആദ്യം മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി അദ്ദേഹം ഇറാനെ കുറിച്ച് സംസാരിക്കാൻ. മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറിയോ എന്നാണ് ഞങ്ങൾ അറിയേണ്ടത്. കാരണം ഇറാനെ കുറിച്ച് അദ്ദേഹത്തിന് എന്ത് നിലപാടും എടുക്കാം. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോ അല്ല. അദ്ദേഹം മലപ്പുറം, അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയെക്കുറിച്ച് അദ്ദേഹം ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണോ എന്ന്, അതാണ് അദ്ദേഹം ഇവിടെ മറുപടി പറയേണ്ടത്. അത് മറുപടി പറയാതെ ഞാൻ ഇറാനൊപ്പാണെന്ന് ഇപ്പൊ പറയേണ്ട കാര്യമല്ല. പിന്നെ മാത്രമല്ല, ഇപ്പൊ എപ്പോഴും CPM എടുക്കുന്ന ഒരു നിലപാട് അല്ലേ സാദിഖ്? അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ CPM എപ്പോഴും തങ്ങൾക്ക് ബാധിക്കാത്ത വിഷയങ്ങളിൽ, മൗലികമായ വിഷയങ്ങളിൽ എന്നും മുസ്ലിം വിരുദ്ധ നിലപാട് മാത്രം എടുത്ത ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താണ് CPM? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ, അധസ്ഥിതരെ, പാവപ്പെട്ടവരുടെ, തൊഴിലാളികളുടെ, അങ്ങനെ എല്ലാ ആളുകളുടെയും ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കേരളത്തിലാണ് ആദ്യമായി ഒരു ജനപിന്തുണ ഉണ്ടായത്, ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ആ പാർട്ടി ഇപ്പം കുറെ കാലമായി തരാതരം ഭൂരിപക്ഷ, ന്യൂനപക്ഷ
വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രീണിപ്പിക്കുന്ന നയമെടുക്കുന്നു. എന്തൊരു കഷ്ടമാണ് നോക്കൂ അത്. ഇവിടത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇറാൻ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ വിഷയത്തിൽ തമ്മാടിക്കൂട്ടം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പറയുന്ന ഒരു അവരുടെ ഒരു താല്പര്യമുണ്ട്. അതാണ് മലപ്പുറത്തെക്കുറിച്ച് ആദ്യം പറയുന്നത്. മലപ്പുറത്തെക്കുറിച്ച് നേരെ തിരിച്ചു പറയുന്നത് എന്താണ്? മലപ്പുറത്തെ കുറിച്ച് തമ്മാടിക്കൂട്ടം എന്നാണ് പിണറായി അത് പറഞ്ഞത്. തിരിച്ചു പറയുന്നത് എന്താണ്? അത് വേറൊരു ആവശ്യമാണ്. അങ്ങനെ അധപ്പതിച്ചു പോയി ആ പാർട്ടി. ഇവിടെ ആരാണ് വലതുപക്ഷം, ആരാണ് ഇടതുപക്ഷം? അതായത് വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷമാണ്. കോർപ്പറേറ്റുകളെ കൊണ്ടുവരുന്നത്, സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരുന്നത്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സെസ്, സാധാരണ ജനങ്ങൾക്ക് സെസ് ചിന്തിക്കാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണകൂടം സാധാരണ ജനങ്ങൾക്ക് സെസ് കൊണ്ടുവരുന്നത്. ഈ മുസ്ലിം സമുദായം ഇടതുപക്ഷത്തോട് അടുക്കുന്നതിനൊരു ആശങ്ക ലീഗിനുണ്ടെന്ന് ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അങ്ങനെ കിട്ടില്ല. ഇവര് അത്തരം ഒരു കേരളത്തെ നമ്മൾ നല്ല ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ ഒരു സാമൂഹികമായ ഒരു സന്തുലിതാവസ്ഥ അത് തകർക്കുന്നതിൽ ഒന്നാമത്തെ സ്ഥാനം എന്നും വഹിച്ചിട്ടുള്ളത് ഈ CPM ആണ്. മാത്രല്ല അത് കേരളത്തിൽ മുസ്ലിങ്ങളും തിരിച്ചറിയും. അല്ല മുസ്ലിങ്ങൾ underestimate ചെയ്യും. വേറൊരു പ്രധാന പ്രശ്നം ഇവിടെ ഉണ്ട്. ഇത്രയും മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഇല്ല, CPM അല്ലാതെ. കേരളത്തിലെ മുസ്ലിം സമൂഹം എവിടെ എത്തി എന്നുള്ളതും അവരുടെ ബൗദ്ധിക നിലവാരം എന്താണെന്നും അവരിന്ന് അക്കാഡമിക് തലത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നും അവരുടെ വളർച്ചയെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ അവരിപ്പോഴും ബീഫിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെ വൈകാരികമായ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അത് ചിന്തിക്കുന്ന തലത്തിലേ ഉള്ളൂ എന്നുള്ളത് മുസ്ലിങ്ങളെ കുറിച്ചുള്ള CPMന്റെ ഒരു അണ്ടർ എസ്റ്റിമേഷനാണ്. മാത്രമല്ല CPM ഇത്രേ വളർന്നിട്ടുള്ളൂ എന്നതിന്റെ അടയാളം കൂടിയാണ്. കേരളത്തിലെ ജനങ്ങൾ വളർന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ അത് അളക്കാനുള്ള ഒരു പാരാമീറ്റർ CPMന്റെ കയ്യിലില്ല. നാഷണൽ വോട്ട് ബാങ്ക് ആയിട്ട് കണക്കാക്കുക. അല്ല, അവർ തെറ്റിദ്ധരിക്കുക. അവരിപ്പോഴും കരുതുന്ന UPയിലെ മുസ്ലിങ്ങളുടെ വൈകാരിക തലത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നതാണ്. കേരളത്തിലെ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത് സാമുദായികമായ മുന്നേറ്റങ്ങളാണ്. ഇപ്പൊ സാമുദായികത ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇതുണ്ട്, അതല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ കമ്മ്യൂണിറ്റികളുടെ ഇതുണ്ട്. അതിന് നമ്മൾ അഡ്രസ് ചെയ്യണം. പക്ഷെ CPM ഒരിക്കലും അതിനെ അഡ്രസ് ചെയ്യാറില്ല. പകരം ഇത്തരം വൈകാരികതകളെ വളർത്തി അധികാരത്തിൽ വരുന്നതിനുള്ള തന്ത്രങ്ങളാണ്. അത് പ്രബുദ്ധ കേരളത്തിൽ വിലപ്പോയിട്ടില്ല, വിലപ്പോവില്ല. അതാണ് കാരണം.